ആഘോഷങ്ങൾ കഴിഞ്ഞ ഒരു വീട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കല്യാണം കഴിഞ്ഞ വീട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പന്തലിന്റെ ഒരു മൂലയിൽ ഒരു പാവപ്പെട്ടവൻ ഇരിക്കുന്നുണ്ടാവും. അവസാനം വന്ന കരാറുകാരനും അവനക്ക് കൊടുക്കാനുള്ള വിഹിതം, അവനക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ട് ആ മൂലയിൽ കൊലായിയുടെ ഒരു തിണ്ണയിൽ പോയിരുന്നിട്ട് ആ തൂണിനോട് ചാരി ഇരുന്നിട്ട് ഒരു ഇരിപ്പുണ്ട്. എല്ലാം ജയിച്ചവന്റെ ഒരു ഇരിപ്പ് ആരാന്നറിയോ? ആരുമല്ല, നമ്മുടെ വാപ്പയാണ്. വീട്ടിലെ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും നമ്മുടെ കണ്ണെത്താത്ത ഒരു സ്ഥലം എല്ലാവരും പോയതിനു ശേഷം ഒരു പാവപ്പെട്ടവനുണ്ടാവും. ഒറ്റയ്ക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ആത്മാഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യന് ഞാൻ വിയർപ്പ് നീരാക്കിയിട്ടാണ് എൻ്റെ പൊന്നുമോളെ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ അവളെ ഞാൻ വേറൊരുത്തിന് പിടിച്ചു കൊടുത്തത്. വേറൊരാളും കൂടെ ഉണ്ടാവും കേട്ടോ വീട്ടില്. എവിടെയാണെന്നറിയോ? അടുക്കളയിൽ. അവസാനം പോവാനിരിക്കുന്ന തൊട്ടടുത്ത വേണ്ടപ്പെട്ട കുടുംബക്കാരുണ്ടാവൂലേ, അവർക്ക് കട്ടൻ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാ ഉമ്മ. ഉമ്മാന്റെ മനസ്സിൽ ഉമ്മ സന്തോഷം കൊണ്ടിങ്ങനെ പൊട്ടിത്തുളുമ്പുന്നുണ്ടാവും. അപ്പോഴും ഉമ്മ പറയുന്നത് എന്താ? വാപ്പാനെ പറ്റിയാ. എൻ്റെ പ്രിയപ്പെട്ടവനെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ എല്ലാം നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ വീട്ടിലെ ഓരോ ആഘോഷങ്ങൾക്ക് ശേഷവുമുള്ള രണ്ട് ജന്മങ്ങളാണ്. ഇനി ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്കപ്പോൾ അവരുടെ മുന്നിലുള്ള, അവരുടെ കണ്ണിലുള്ള ആനന്ദം നിങ്ങൾക്ക് കറക്റ്റ് ആസ്വദിക്കാൻ വേണ്ടി പറ്റും.